ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. രാജ്യസ്നേഹവും പൗരബോധവും ഉത്തരവാദിത്വവും സേവനസന്നദ്ധതയും ത്യാഗ മനോഭാവവും കർമ്മശേഷിയും നിയമം സ്വമേധയാ അനുസരിക്കുന്നതുമായ ഒരു യുവതലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ലക്ഷ്യം. 2030 ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് നമ്മുടെ ഭാരതത്തിന് എത്തിച്ചേരുവാൻ അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ 50% കൂടുതലും 25 വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാകുന്നു. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അനുകൂലമായ ജനസംഖ്യാനുപാതം തന്നെയാണ് ഭാരതത്തിൻ്റെ മുഖ്യ സമ്പത്ത്. ഈ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 2030 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എല്ലാ മേഖലകളിലും ഭാരതത്തിന് വഹിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അലസരായി 2030 വരെ വെറുതെ കാത്തിരുന്നാൽ ഇങ്ങനെയുള്ള ഒരു ലോക പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ അന്നുണ്ടായേക്കാം. മറിച്ച് മനഃപൂർവമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഇത് വെറുമൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെന്ന് നമുക്ക് ബോധ്യമാകും. അതിനുവേണ്ടി ഈ യുവത്വത്തെ ശക്തിപ്പെടുത്തി കാര്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യുവാക്കളിൽ പൗരബോധവും ദേശീയബോധവും അതുപോലെ തന്നെ കാര്യശേഷിയും നിയമം സ്വമേധയാ അനുസരിക്കാനുള്ള താൽപ്പര്യവും സേവന സന്നദ്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ നേതൃത്വ പദവി അലങ്കരിക്കുവാൻ ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഇവരിലുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു പുതുതലമുറ ഭാരതത്തിൽ വളരുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തമായി തീരും എന്നുള്ളത് നിസ്സംശയം പറയാം. എന്നാൽ ഫലപ്രദമായ പരിശീലനത്തിലൂടെ മാത്രമേ ഈ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയൂ. ഈ ഉദ്ദേശമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് 2008 പ്രാരംഭം കുറിച്ചത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സെയിൻറ്റ് പീറ്റേഴ്സ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കി. 2010 ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 10,000-കണക്കിന് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ കേഡറ്റുകൾ വിജയിച്ചു. കാഴ്ചക്കാരായ 1000-ങ്ങളെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്വമാണ് 750-ൽ പരം ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചത്. ഇത് വിജയമായതോടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് അടിത്തറയായി. (2011, 2012) വർഷങ്ങളിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും കേഡറ്റുകളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ 2 വർഷത്തെ പരിശീലന കാലയളവിൽ കുട്ടികളുടെ മാനസികവും
ശാരീരികവുമായ ഊർജ്ജസ്വലത ഉയർത്തുന്നതിനുള്ള വ്യായാമങ്ങൾ, പരേഡ്, വിവിധ വിഷയത്തിലുള്ള ക്ലാസുകൾ, ഓണം, ക്രിസ്മസ്, വേനൽ അവധിക്കാലത്തുള്ള ക്യാമ്പുകൾ, വനം വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തുന്ന പ്രകൃതി പഠന ക്യാമ്പുകൾ, ജയിൽ, കോടതി, പോലീസ് സ്റ്റേഷൻ, കളക്ട്രേറ്റ് മുതലായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം, നിരാലംബർക്ക് സാന്ത്വനമേകുന്നതിനായി അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള സന്ദർശനം എന്നിവ ഉൾപ്പെടുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിൻ്റെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചു വരുന്ന ഒന്നാണ് എല്ലാ വർഷവും നടത്തിവരുന്ന വാർഷിക സമ്മർ ക്യാമ്പ്. തൃശൂർ ആസ്ഥാനമായുള്ള കേരള പോലീസ് അക്കാദമിയിൽ വെച്ച് നടന്ന 2 സംസ്ഥാനതല സമ്മർ ക്യാമ്പുകളിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കേഡറ്റുകൾ പങ്കെടുത്തു. ഇൻഡോർ ക്ലാസുകൾ, ഔട്ട്ഡോർ ക്ലാസുകൾ, മാർഷ്യൽ ആർട്സ്, യോഗ, കലാസന്ധ്യ എന്നിവ ഏറെ ശ്രദ്ധയാകർഷിച്ചു. കൂടാതെ വിവിധ മേഖലകളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നിയമജ്ഞരും ചലച്ചിത്ര, കലാ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ ഉന്നതരും അവരുടെ അനുഭവങ്ങൾ കേഡറ്റുകളുമായി പങ്കുവച്ചു. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി നേടിയിട്ടുള്ള നക്ഷത്രത്തിളക്കമുള്ള അംഗീകാരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 2011 ജൂണിൽ ഡെറാഡൂണിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങളിൽ കേരളത്തിൽ വിജയകരമായി നടപ്പാക്കിയ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി മാതൃകയായി സ്വീകരിച്ച് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിട്ടുള്ളത് കേരളത്തിൻ്റെ ഈ സ്വന്തം പദ്ധതിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. ഇതിന് തുടർച്ചയെന്നോണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ പദ്ധതിവാഹകരെ പദ്ധതി അവതരണത്തിനായി ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ലീഗൽ സർവീസ് അതോറിറ്റി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും നിയമസാക്ഷരത വളർത്തുന്നതിന് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെയാണ് അംബാസഡർമാരായി നിയമിച്ചിട്ടുള്ളത്. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും പൊതുജനങ്ങളിലും റോഡ് സുരക്ഷാവബോധം വളർത്തുന്നതിന് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെ തിരഞ്ഞെടുക്കുകയും ആയതിന് പദ്ധതിക്ക് 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ ആകൃഷ്ടരായി കേരള സംസ്ഥാന സെക്യൂരിറ്റി കമ്മീഷൻ 3 കോടി രൂപ പദ്ധതിക്ക് അനുവദിക്കുന്നതിനും കേഡറ്റുകൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതിനും സർക്കാരിലേക്ക് നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് സംസ്ഥാന സർക്കാർ ഗ്രേസ് മാർക്ക് അനുവദിച്ചത്. ഇത് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് പൊൻപ്രഭയായി മാറി. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനും പദ്ധതി നടപ്പാക്കുന്നതിനുമുള്ള സാധ്യതകൾ ആരായുന്നതിനായി രാജസ്ഥാൻ സർക്കാർ 5 സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിലേക്ക് അയച്ചത് പദ്ധതി രാജ്യശ്രദ്ധ പിടിച്ചുപറ്റുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ക്രിയാത്മകമായ പ്രാഥമിക ചർച്ചകൾ നടന്നുവരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീമെറ്റ് കേരളയുടെ പഠനമനുസരിച്ച് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കൊണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്കൂളിൻ്റെയും ഇടയിൽ കാര്യമാത്രവും ക്രിയാത്മകവുമായ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വനം, എക്സൈസ്, ഗതാഗതം എന്നീ വകുപ്പുകളിൽ നിന്നും പദ്ധതിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്കുമായി നിയോഗിച്ചിട്ടുണ്ട്. 2012 ഏപ്രിൽ 17 മുതൽ 26 വരെ സംസ്ഥാന വ്യാപകമായി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹായത്തോടുകൂടി നടത്തിയ ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയായ ശുഭയാത്രയിലൂടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ പുതിയ വിജയഗാഥ രചിച്ചു. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മോട്ടോർ വാഹന യാത്രക്കാർക്ക് ട്രാഫിക് നിയമങ്ങളെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം ഇവർ ബോധ്യപ്പെടുത്തി കൊടുത്തു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രമായി പറയാൻ നിരവധി അനുഭവങ്ങളുണ്ട്. അതിൽ നിന്നും 2 അനുഭവങ്ങൾ. ഈ പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്ത മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ ചെറുലാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജസീൽ കെ എന്ന കേഡറ്റിൻ്റെ വാക്കുകൾ കേൾക്കുക.
SPCയിൽ ചേർന്ന ശേഷം എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു എന്ന് ഉമ്മ പറയുന്നത് ഞാൻ കേട്ടു. എറണാകുളം ജില്ലയിലെ ഇരിങ്ങോൾ ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിഘ്നേഷ് എന്ന കേഡറ്റിൻ്റെ അനുഭവം ഇങ്ങനെയാണ്. എനിക്ക് SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുവാനായത് SPC ക്യാമ്പിൽ നിന്നുള്ള പ്രചോദനം തന്നെയാണ്. ഈ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നും വീണ്ടും ഞങ്ങൾ വിനയപൂർവ്വം പറയട്ടെ, ഈ പദ്ധതിയുടെ വിജയം നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ്. ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ മഹാവിജയം.